വിളക്കിലെ മക്കളുടെ ദുബായ് സന്ദർശനം അതൊരു ചരിത്രമാണ്. അത് മാത്രമല്ല, അതൊരുപാട് ആളുകളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു യാത്രയാണ്. എന്താണെങ്കിലും ഇവരിലൂടെ ഇനിയും ഒരുപാട് മക്കൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ. ഓണവും പെരുന്നാളും ഈ വർഷം ഭൂമിയിൽ ഏറ്റവും സന്തോഷമായിട്ട് അല്ലെങ്കിലും ദുഃഖമായിട്ടും കഴിഞ്ഞവരാരാന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്ന മക്കളാണ്. ഇതേ ഓണത്തിന് ഇതേ ദിവസം കഴിഞ്ഞ കൊല്ലം മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൽ നിന്ന് സ്നേഹവിളക്ക് എന്നുള്ള ദുബായിലൊരു കൂട്ടായ്മ അവർ പറഞ്ഞ വാക്കായിരുന്നു, ഈ പറയുന്ന 22 കുട്ടികളും അവരുടെ പാരന്റ്സ് അടങ്ങുന്ന ഒരു സംഘത്തെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദുബായിലേക്ക് എത്തിക്കാമെന്ന ഒരു വലിയ സ്വപ്നം ഏറ്റെടുക്കുകയും ഒരു വർഷം ഇത് അടുത്ത വർഷത്തിന് ഓണത്തിന് ഓടിയെത്തുമ്പോൾ ആ ചരിത്ര ദൗത്യം നിറവേറ്റിയതിന്റെ ഏറ്റവും സന്തോഷമായ ആ ഒരു പരകോടിയിലാണ്. 2024 നമ്മളെ ദുബായ് ട്രിപ്പിന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പപ്പരം മുന്തിരും ഫിറോസ്ക്ക് മാത്രമൊന്നല്ല, ഒരുപാട് പേരുണ്ട്. അതിൽ ആഷിം തങ്ങളുണ്ട്, KP ഉണ്ട്, അതുപോലെ തന്നെ നിലമ്പൂരുള്ള ഷമീൽക്കുണ്ട്. ഒരുപാട് പേര് പറയുകയാണെങ്കിൽ ഏകദേശം 19ഓളം നമ്മുടെ സുഹൃത്തുക്കളുള്ള ഒരു സ്നേഹവിളക്ക്. ഇവിടെ വിളക്കാണെങ്കിൽ അത് ദുബായിലെത്തിയപ്പോൾ സ്നേഹവിളക്കായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൊടുവള്ളിയിലെയും നാദാപുരത്തെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയും അവരുടെ സപ്പോർട്ട് നമ്മുടെ വിളക്കിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഇത് അവരിലേക്ക് എത്തും തീർച്ചയായിട്ടും. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളിലെ ഒരു മാലാക ഇല്ലാതെയാണ് ഈ വർഷം ഓണം ആഘോഷിക്കുകയല്ല, ഒരിക്കൽ കൂടി കൂടാൻ പടച്ചവൻ അവസരം തരികയാണ് ചെയ്യുന്നത്. 2025 നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായും ഇൻഷാ അല്ലാ 2025 ഞങ്ങളുടെ മനസ്സിലൊരു ആശയുണ്ട്. അതിനുവേണ്ടി അതെന്ത് ഏതെന്നൊക്കെ പിന്നീട് പറയാം. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ നിറഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ, നബിദിനാശംസകൾ.